കൊല്ലം നഗരവികസനത്തിന് തടസ്സം ചിന്നക്കടയിലെ വിവാദ മതിലാണെന്ന് മേയർ എ കെ ഹഫീസ്. വിവാദ വൻമതിൽ പൊളിച്ചു നീക്കും. അശാസ്ത്രീയ നിർമ്മാണം നഗരത്തെ ശ്വാസം മുട്ടിക്കുന്നുവെന്നും വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കിയെന്നും തിരിച്ചറിഞ്ഞാണ് മേയർ എ കെ ഹഫീസിന്റെ തീരുമാനം. തന്റെ കാലാവധി അവസാനിക്കും മുൻപ് ഈ കോൺക്രീറ്റ് തടസ്സം നീക്കും. 2 വർഷത്തിനുള്ളിൽ കൊല്ലത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുമെന്നും മേയർ പറയുന്നു. നമ്മൾ ഇങ്ങനെ ഇത് പൊളിക്കത്തില്ല എന്ന് പറഞ്ഞ് ഇതൊരു ചൈനീസ് വൻമതിലാക്കി നിർത്തി കൊല്ലത്തെ നശിച്ച് തകർത്ത് തരിപ്പണമായി എന്നാണ് ഞാൻ അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയ ഭാഷയൊന്നുമല്ല. അപ്പം ഇതിൻ്റെ കാരണം കൊല്ലം നഗരത്തിലെ എല്ലാ ഇവിടെ ആളുകൾക്ക് വരാൻ പറ്റുന്നില്ല. വാഹനം വന്നാൽ വാഹനത്തിലേക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല. മെയിൻ റോഡ് മുഴുവൻ ഇപ്പം കിടക്കുന്ന ദയനീയ സ്ഥിതിയാണ്. അപ്പം ഇതിന് പ്രധാന കാരണം ഈ ചൈനീസ് വൻമതിൽ തന്നെയാണ്. അത് പൊളിക്കണം, പൊളിച്ചിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആഷൻ ഡിയേഗോ നമുക്കൊപ്പം ചേരുന്നു. ആഷൻ ഡിയേഗോ, ഗുഡ് ഈവനിങ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. മേയറുടെ ഉറപ്പ് എന്താണ്? സുജയ, ഹാപ്പി ന്യൂ ഇയർ. നേരത്തെ മേയർ സൂചിപ്പിച്ച ആ വൻമതിലിന് മുന്നിലാണ് ഞാനുള്ളത്. ചിന്നക്കടയിലെ ഈ വൻമതിൽ, ഇതാണ് മേയർ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള കൊല്ലത്തെ വികസനത്തിന് തടസ്സമായി നിൽക്കുന്ന ആ ഒരു വലിയ മതിൽ എന്നുള്ളതാണ്. ഈ മതിൽ കാരണം ഈ ഭാഗത്തേക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് സുഗമമായി പോകാനോ ഉള്ള ഇടമില്ല എന്നുള്ളതാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. മേയർ പറഞ്ഞതിൽ അല്പം കാര്യമുണ്ട്. കാരണം ഈ ഒരു മതിലിനും ആ മേൽപ്പാലത്തിനും ഇടയിലായി തന്നെ കുറച്ച് സ്ഥലമുണ്ട്. ഈ സ്ഥലം വെറുതെ കിടക്കുകയാണ്. ഇവിടെ കോർപ്പറേഷന്റെ തന്നെ ഒരു ചെറിയൊരു സംഗമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോള് ഉണ്ടെങ്കിൽ പോലും ഇതുവരെ ഇത് തുറന്ന് പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും വന്നിരുന്നതായോ ചരിത്രമേ ഇല്ല. ഇതിന്റെ ആവശ്യം ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഈ ഭാഗം കൂടി പൊളിച്ചു മാറ്റിയ ശേഷം ഇവിടെ ഇത്തരത്തിൽ ഈ റോഡിന് വീതി കൂട്ടും എന്നുള്ളതാണ് മേയർ തന്നിരിക്കുന്ന ഒരു ഉറപ്പ് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ തൊട്ടപ്പുറത്തായി കാണുന്ന ഈ മേൽപ്പാലവും അതും ഒരു പൊളിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം പില്ലറുകൾ ഉള്ള ഒരു ചെറിയ രീതിയിൽ ഈ മേൽപ്പാലം മാറ്റിയെടുക്കണം എന്നുള്ളതാണ്. ഏറ്റവും രൂക്ഷമായ ഗതാഗത തടസ്സം നേരിടുന്ന ഒരു സ്ഥലമാണ് ഇത് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നിലവിൽ അവധിയൊക്കെ ആയതുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ ഒരു തടസ്സം ഇല്ലാത്തത്, ഗതാഗത തടസ്സം വലിയ രീതിയിൽ ഇല്ലാത്തത്. പക്ഷേ ഇത് എന്തായാലും നമുക്ക് ഈ ജംഗ്ഷൻ മുതൽ ആ ജംഗ്ഷൻ വരെ ഏതാണ്ട് നീണ്ടു നിവർന്നു കിടക്കുന്നതാണ് ഈ മതിൽ എന്നുള്ളതാണ്. ഈ മതിൽ പൊളിച്ചു മാറ്റുന്നതിൽ നല്ലൊരു കാര്യമായിട്ടാണ് ഇവിടുത്തെ ആളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും. മാത്രമല്ല, അതിനുശേഷം ഈ മേൽപ്പാലത്തിന്റെ ഈ ഭാഗങ്ങളൊക്കെ മാറ്റി ഇവിടെ പില്ലർ ഉപയോഗിച്ച് അടിയിലൂടെ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന തരത്തിൽ സൗകര്യമൊരുക്കും എന്നുള്ളതാണ് മേയർ തന്നിട്ടുള്ളത്. കാരണം ഇതിന്റെ അപ്പുറവശം കടകളുണ്ട്, വാണിജ്യ സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ആളുകൾക്ക് ഒരു വാഹനം, അതായത് ഇവിടെ അല്പം വീതി ഉണ്ടെങ്കിലും മറുഭാഗത്ത് തീരെ വീതിയില്ലാത്ത ഒരു അവസ്ഥയാണ്. ഒരു വാഹനവും അതായത് ഒരു 4 ചക്രമുള്ള ഒരു കാർ അല്ലെങ്കിൽ ഒരു ബൈക്ക് ഇത് കഷ്ടിച്ച് പോകാൻ പറ്റുന്ന രീതിയിൽ, ഒരേ സമയം പോകാൻ പറ്റുന്ന രീതിയിലുള്ള വീതി മാത്രമാണ് ആ ഭാഗത്തുള്ളത്. അവിടെ നിരവധിയായിട്ടുള്ള വാണിജ്യ ചെറുകിട കടകളുമുണ്ട്. പക്ഷേ അവർക്കൊന്നും കച്ചവടമില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഈ വാഹനങ്ങൾ അവിടെ ഇറക്കി അവർക്ക് എങ്ങനെ സാധനങ്ങൾ വാങ്ങാൻ കഴിയുമെന്നൊരു വലിയ ചോദ്യമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങൾ കൊല്ലത്തേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് മേയർ പറയുന്നത്. മേയർ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ മുഖച്ഛായ മാറുന്ന ആ നല്ല മാറ്റത്തിനായി നമുക്കും കാത്തിരിക്കാം. താങ്ക് യു, ആഷൻ ഡിയേഗോ.